ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വിഷുവൊക്കെ ആയിരുന്നു ഇന്നലെ. വിഷുവൊക്കെ അടിപൊളിയായിട്ട് പോയി എന്ന് വിചാരിക്കുന്നു. എനിക്കും അത്യാവശ്യം നല്ലായിരുന്നു. വിഷു വ്ളോഗൊക്കെ വരും. ഞാൻ പക്ഷേ ഇതൊരു ക്വിക്ക് വ്ളോഗാണ്. ഞാൻ കുറേ നേരം വിചാരിച്ചു പറയണോ വേണ്ടോ, കാരണം എനിക്ക് സമയമില്ല. എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. അതിൻ്റെ കൂട്ടത്തിൽ കുറേ വർക്ക് അല്ലാതെ ഉണ്ട്. ബിസിനസ്സിൻ്റെ ആണെങ്കിലും നമ്മുടെ പെർഫ്യൂം പ്രൊജക്റ്റ് അതിൻ്റെ വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് ഇതിനെ സംസാരിക്കണോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഐ തിങ്ക് എൻ്റെ ഒരു മൈ പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ എൻ്റെ ഒരു എനിക്ക് പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് ഷെയർ ചെയ്തിടണം എന്ന് വിചാരിച്ചു. അപ്പം തംബ്നെയിൽ കണ്ട പോലെ വിൻസി അലൂഷി ഈസ് എ ഫേമസ് ആക്ട്രസ്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അത് ആക്ട്രസ് ആവുന്നതിന് മുന്നേ നായികയിലൂടെയാണ് വിൻസി അലൂഷി വരുന്നത്. വിൻസിനെ അന്നേ എനിക്ക് ഹൈലി ടാലൻറ്റഡ്, എനിക്ക് തോന്നുന്നു റീക്രിയേറ്റ് ചെയ്യാത്ത ആരുമില്ല എന്ന് തോന്നുന്നു വിൻസിയുടെ കോഴിക്കറി വെക്കാനെന്നുള്ള ആ സാധനം. സോ വിത്ത് നോ ഡൗട്ട് നമുക്ക് പറയാൻ പറ്റും, അത് കഴിഞ്ഞിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിലാണെങ്കിൽ കൂടെയും വിത്ത് നോ ഡൗട്ട് നമുക്ക് പറയാൻ പറ്റും വിൻസി ഈസ് എ വെരി ടാലൻറ്റഡ് ആക്ട്രസ് എന്നുള്ളത്. അപ്പം വിൻസിക്ക് അങ്ങനെ ഒരു കമൻ്റൊക്കെ നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് ക്വയറ്റ് ഷോക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അത്രയും നമ്മുടെ ആളുകളെ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും വർഷം കൊണ്ട്. ദർ ഈസ് എ കാറ്റഗറി ഓഫ് പീപ്പിൾ. ചിലപ്പോൾ ചിലർ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവാം. ചിലർ ചുമ്മാ നെഗറ്റീവ് പറഞ്ഞാൽ കമൻസിന് ലൈക്ക് കിട്ടും എന്ന് പറഞ്ഞ് ലൈക്ക് ചെയ്യുന്നതാവാം. ലുക്ക്, എല്ലാം ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാനിത് പറയാൻ വന്നതിൻ്റെ കാര്യം, നിങ്ങൾ മനസ്സിലാകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പം മൂവി ഫീൽഡിലാകട്ടെ ഏത് ഫീൽഡിലും നമ്മൾ കാണുന്ന ആളുകളല്ല ജീവിതത്തിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ ഒരു പേഴ്സണലി വരുമ്പം. നിങ്ങൾ ഒരു സിനിമ, ഇപ്പം ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. ഞാൻ എല്ലാ സിനിമയും മുടങ്ങാതെ പോയി തിയേറ്ററിൽ കാണുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു കണ്ണിലൊരു അത്ഭുതവും അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ പേഴ്സണലി. പക്ഷെ ഇപ്പം ഞാൻ സിനിമ കാണുന്നത് ചുരുങ്ങി. ചിലരുടെ പടം വന്നാൽ ഞാൻ കാണാതായി. ഇതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട് അതിനൊക്കെ. അപ്പം അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലത് ദൂരെ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും, അടുത്ത് വരുമ്പോഴേ അതിൻ്റെ സ്കാർസും അതിൻ്റെ ഡിസ്ഫങ്ഷനിങ്ങും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെയാണ് ഇപ്പം വിൻസി പറഞ്ഞ കാര്യം. നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പം ഭയങ്കര എന്താ പറയുക, ലക്ഷറിയസ് ലൈഫ്, അതുപോലെ തന്നെ ദെയർ ആക്ടിങ് സ്കിൽസ്, അല്ലെങ്കിൽ ദെയർ ഫാൻഡം, ദെയർ സ്റ്റാർഡം, ഇതെല്ലാം കാണുമ്പോൾ നമുക്കും ഓഫ് എന്താ അടിപൊളിയല്ലേ എന്ന് തോന്നിപ്പോകും. പക്ഷേ അങ്ങനെയല്ല എന്ന് പറയാനുള്ള കാരണം, എല്ലാം അങ്ങനെയല്ല. ഞാൻ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അതായത് ഇത്രയും അധികം ഫാൻഡം ഉണ്ടായിട്ടും അല്ലെങ്കിൽ സ്റ്റാർഡം ഉണ്ടായിട്ടും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട്, നമുക്ക് പേഴ്സണലി അറിയാമെങ്കിലും അത്രയും പേഴ്സണലി അടുത്ത് അറിഞ്ഞു കഴിഞ്ഞും നമുക്ക് ആ വിഗ്രഹം ഉടയാതിരിക്കുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അഹങ്കാരി ആയിരിക്കും എന്ന് വിചാരിച്ച് അടുത്ത് ചെന്ന് കഴിഞ്ഞ് ഒരുപാട് അടുത്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതൊരു പാവമാണല്ലോ എന്ന് ചിന്തിക്കുന്ന കൈൻഡ് ഓഫ് എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഒരുപാട് ആരാധിച്ച് നമ്മൾ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പം ദൈവമേ ഇതിനെ പരിചയപ്പെടേണ്ടായിരുന്നു, എൻ്റെ ലൈഫിൽ ഇനി കാണാൻ താല്പര്യമില്ല എന്ന് തീരുമാനിച്ച ആളുകളും ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വന്ന് കമൻറ്റ് ഇടുന്നവരാണെങ്കിലും, ഇപ്പം കമൻറ്റ് ഇടാത്തവരെയും ഞാൻ കൂട്ടാം. കമൻറ്റിനെ ഞാൻ മൈൻഡേ ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ഞാൻ വളരെ ജെന്യുവനായിട്ട് കമൻറ്റ് ഇടുന്നവരുണ്ട് കേട്ടോ. ഇപ്പം നമ്മളൊരു ലുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും വന്ന് ഇത് വേണ്ടിയില്ലായിരുന്നു, ഞാനൊരു ജെന്യുവൻ ലൈക്ക് നമുക്കറിയാലോ, അവർ സംസാരിക്കുന്ന ഭാഷയും ശൈലിയും കാണുമ്പോൾ നമുക്കറിയാം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളത് ചെയ്തല്ലോ എന്ന്. നമുക്ക് വീട്ടിലിപ്പോൾ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞു തരത്തില്ല, അല്ലെങ്കിൽ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു തരത്തില്ല, അങ്ങനെ ഒരു ഫീൽ കിട്ടും. ഇപ്പം വിൻസിക്കൊക്കെ വന്നതുപോലെ, നീ ആര് സൂപ്പർ സ്റ്റാറോ, നിനക്കിപ്പോൾ പടം നിറഞ്ഞു നിൽക്കുമോ, അതിന് വല്ല പടവും ഉണ്ടായിട്ട് വേണ്ടേ. ഈവൻ വിൻസി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തതിനകത്തും കണ്ട് അതിന് നിനക്കിപ്പോൾ എവിടെയാണ് പടം എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അവരെ ഒന്നും ഞാൻ റെസ്പെക്റ്റും ചെയ്യുന്നില്ല. ഐ ഡോണ്ട് ഈവൻ കൺസിഡർ ദം ആസ് എ പേഴ്സൺ, സത്യം പറഞ്ഞു.
അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ദേ ആർ ലൈക്ക് എന്താ പറയുക, അൺഎഡ്യൂക്കേറ്റഡ് എന്ന് പറയണോ, അതോ എഡ്യൂക്കേഷൻ കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണോ, അതോ ഫ്രസ്ട്രേഷൻ ആണോ, ഐ ഡോണ്ട് നോ. ആൻഡ് വിൻസി പറഞ്ഞൊരു കാര്യം ദാറ്റ് ഈസ് വെരി ട്രൂ. കാരണം പടമില്ലായിരിക്കാം. ഇപ്പം ഞാനാണെങ്കിലും എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രോജക്റ്റ് എന്താ, ഒന്നുമില്ല, ദർ ഇസ് നോ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ല. ദർ ഇസ് ലോട്ട് ഓഫ് കാറ്റഗറി, ദർ ഇസ് ലോട്ട് ഓഫ് പീപ്പിൾ. ഇതിനകത്ത് നിന്ന് നമുക്ക് ഓക്കെ ആയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു പ്രോജക്റ്റ് വരണം. അത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഇപ്പം അറിയാം, ഹൈലി കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. അപ്പം എന്തും എങ്ങനെയും ചെയ്യാൻ ആൾക്കാരുണ്ട്. അങ്ങനെ അല്ലാതെ വരുന്നവർക്കും വരുന്നതുണ്ട്, കണക്ഷൻസ് കാരണം വരുന്നതുണ്ട്, ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്ത് ലക്ക് ഫാക്ടറി വരുന്നവരുണ്ട്. ഇതൊരു ഭയങ്കര വാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പം അങ്ങനെ ഉള്ളതുണ്ട്. ബട്ട് ദാറ്റ് ഡസൻ മീൻ ഒരാൾക്ക് വരാത്തത് അയാൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് വിൻസിനെ പോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ മുഖത്ത് നോക്കി എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ലൈക്ക്, അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് തിരിച്ചാണെന്നാണ് ഞാൻ പറയുക. കാരണം വിൻസിക്കൊക്കെ പടം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദർ ഈസ് സം കൈൻഡ് ഓഫ് പ്രോബ്ലം ഗോയിങ് ഇൻസൈഡ് എന്നുള്ളത്. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ താഴെയുള്ള കുറേ കമൻറ്റുകൾ കണ്ടു, ഇങ്ങനെ പലരും മുന്നോട്ട് വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന്. മുന്നോട്ട് വന്നതുകൊണ്ട് കാര്യമില്ല, നിങ്ങളും ഓരോരുത്തരും മുന്നോട്ട് വരണം. അതെന്തുകൊണ്ട് ഇന്ന ആർട്ടിസ്റ്റിനെ ഇപ്പം അവസരം കിട്ടുന്നില്ല, എന്തുകൊണ്ട് ഇന്ന ആർട്ടിസ്റ്റിനെ ഇപ്പം കാണുന്നില്ല എന്നുള്ളത്, അത് ചെകഞ്ഞു പോകാൻ ആളുകൾ ഉണ്ടെങ്കിൽ, ഒരു പരിധിയിലപ്പുറം ആളുകൾ ഉണ്ടെങ്കിൽ ഈ ആർട്ടിസ്റ്റുകളൊക്കെ മുമ്പോട്ട് വരും. അതായത് ഈ ആർട്ടിസ്റ്റുകൾക്കൊക്കെ അവസരം കിട്ടും. ദേ വിൽ ബി ഫോഴ്സ് ടു ഗീവ് ഓപ്പർച്യൂണിറ്റി എന്ന് വേണം പറയാൻ. അപ്പം നമ്മൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയും. അതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല റിയാലിറ്റി. അത് എല്ലാവരും മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു പലർക്കും പല രീതിയിലുള്ള മോശ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. സാധാരണക്കാരനാണെങ്കിലും ഇപ്പം ഇൻഡസ്ട്രി നിൽക്കുന്നവരാണെങ്കിലും ഒക്കെ. ഇപ്പം എൻ്റെ അടുക്കയിൽ ഇപ്പം വിൻസി ഇത് പറഞ്ഞപ്പം ഇങ്ങനെ കമൻറ്റ് വന്നു. എൻ്റെ അടുക്കയിൽ പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സിറ്റുവേഷൻ എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റെസ്പെക്റ്റ് ചെയ്തപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹീസ് എന്താ ഒരു ബിഗർ പൊസിഷൻ, എന്നേലും ബിഗർ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. സ്റ്റിൽ എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു. ഞാൻ അതിന് ഐ ഡോണ്ട് തിങ്ക് ഐ ഡിസേർവ് ദാറ്റ്. അപ്പോൾ അത് കാരണം ഐ വാക്ക്ഡ് ഔട്ട്. ആ ഒരു മീറ്റിംഗ് സിനാരിയോ എന്ന് ഐ വാക്ക്ഡ് ഔട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചതാണ്, നീ ആരാ, മമ്മൂട്ടിയോ, എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ, വാക്കൗട്ട് നടത്താനെന്ന്? ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഐ റെസ്പെക്ട് ദം എ ലോട്ട്. പക്ഷേ ഒരു അത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആകണമെന്നില്ല. വെൻ യു ആർ ബീയിങ് ഡിസ്റെസ്പെക്റ്റഡ്, അവിടെ തിരിച്ചു പറയാനും അതുപോലെ വാക്കൗട്ട് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നമ്മളൊരു വ്യക്തിപരമായി നമ്മൾ ആരാണ് എന്നുള്ളിടത്ത് നമ്മൾ നിൽക്കണം. അതായത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ആരാണെന്നുള്ളതും എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിലും എനിക്കൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്ത് ആരാണെങ്കിലും വാക്കൗട്ട് ചെയ്യും. ഇപ്പം വിൻസി പറഞ്ഞ കാര്യത്തിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഐ ടു ഫേസ് ദിസ്. ഈ പറയുന്നത് പോലെ ആൽക്കഹോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഐ എം നോട്ട് സെയിങ് MDMA ഓർ തിങ്സ്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് സാഹചര്യം കൊണ്ട് അവിടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, കാരണം ബാക്കിയുള്ളവരുടെ അവസ്ഥയും നമ്മൾ കാണുന്നത് കൊണ്ടും അവിടെ നിൽക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് കാരണം ഷൂട്ട് മുടങ്ങുന്നതും അതും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് തന്നെ തോന്നും എന്താണ് എന്നുള്ളത്. ആൻഡ് ഐ സ്ട്രോങ്ലി സപ്പോർട്ട് ഹർ ദാറ്റ്. ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫ് അതിൽ ഞാൻ ഇടപെടുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത്. പക്ഷേ വർക്ക് പ്ലേസിൽ ഈ മാതിരി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അത് വന്നവരെയും നിന്നവരെയും ചുറ്റും വർക്ക് ചെയ്യുന്നവരെയും എല്ലാം അവർക്ക് എല്ലാവർക്കും ഒരു ന്യൂസൻസ് ആയി മാറുന്നത് എപ്പോഴും റോങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് വീണ്ടും ടോളറേറ്റ് ചെയ്യുന്നു? ഇത്രയധികം ആളുകൾ ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ? എത്രയോ പേര് അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകൾ, അത്രയും കഴിവുള്ള ആളുകൾ ഉണ്ട്. അപ്പം സ്റ്റിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പം വിൻസി പറഞ്ഞതുപോലെ തന്നെ കമൻസിലൂടെ, ഇങ്ങനെ ഇൻഡയറക്റ്റ് കമൻസിലൂടെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും അവർക്ക് ഡിമാൻഡ് വരുന്നു, അവരെ വീണ്ടും വാനോളം പുകഴ്ത്തിക്കൊണ്ട് വരുന്നത്. അത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത്. എനിവേ, ഐ ആം സപ്പോർട്ടിങ് വിൻസി വെരി മച്ച്. ഐ ആം വെരി പ്രൗഡ് ഓഫ് ഹെർ. ഭയങ്കര റെസ്പെക്റ്റ്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആക്ട്രസ് ആണ് വിൻസി അലോഷി.
ആൻഡ് ഷീ ഹാസ് ദാറ്റ് ടാലൻറ്റ് ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദ ഗട്ട്സ് ഷീ ടുക്ക് ടു സേ ഔട്ട്. അതെ, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, എപ്പോഴും എനിക്ക് തോന്നുന്നു വിൻസി തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ എപ്പോഴാണെങ്കിലും നമ്മൾ വിൻസിനെ ഫോളോ ചെയ്ത ടൈം തൊട്ട് വിൻസി പറയുന്നുണ്ട് വിൻസിക്ക് അവസരങ്ങൾ വരണം, ചൂസ് ചെയ്യാൻ. ഇതിപ്പോൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 5-6 വന്നാലല്ലേ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ പോലും വരുന്നില്ല എന്ന്. ദാറ്റ്സ് എ സാഡ് റിയാലിറ്റി. നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആണോ, സിനിമ ഇൻഡസ്ട്രി ആണോ, യു ആർ എ പാസിംഗ് ക്ലൗഡ്. ഇത് മനസ്സിലാക്കുക, എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നോ അത്രയും നല്ലത്. ഇൻ ബിറ്റ്വീൻ ഈ ഇൻസിഡൻറ്റ് മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീൻ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്കറിയാവുന്നവരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നവരും അല്ലെങ്കിൽ ഞാൻ കുറേ അടുത്ത ഫ്രണ്ട്സ് അല്ല ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ഇത് മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞ് വേറെ ഒന്നും ചെയ്യാതിരിക്കുന്നവരുണ്ട്. ഡോണ്ട് സ്പോയിൽ യുവർ ലൈഫ്. അത് വന്നോളും, അതിന് ട്രൈ ചെയ്യണ്ടെന്ന് പറയുന്നില്ല. ഇപ്പം നമ്മൾ അഭിനയം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ട്രൈ ചെയ്യണ്ടെന്ന് പറയുന്നില്ല. അതൊരു പാഷനായിട്ട് മാത്രം കാണുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ പ്രൊഫഷണലി എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനം എപ്പോഴും കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ദിസ് ഇൻഡസ്ട്രി അകത്തുനിന്നും അറിഞ്ഞതുകൊണ്ട് പറയാണ്, ദിസ് ഈസ് എ പാസിംഗ് ക്ലൗഡ്. ഇതൊരു പാസിംഗ് ക്ലൗഡ് സിനാരിയോ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ വർക്ക് ഉണ്ടാവും, ഇന്ന് വാനോളം പുകഴ്ത്തും, നാളെ അത് ഉണ്ടാവണം എന്ന് ഒരു ഉറപ്പുമില്ല. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച ബിൽഡ് ചെയ്ത ഒരു എംപയർ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഒരു മെയിൻ്റനൻസ് ഫീ നമുക്ക് അടക്കേണ്ടി വരും. അത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും കണ്ടേ പറ്റുള്ളൂ. ദെയർ ഷുഡ് ബി എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സംതിങ്. അത് എന്തുമായിക്കോട്ടെ. നിങ്ങൾക്ക് ഇപ്പം ആക്ടിങ് മാത്രമല്ലാതെ എനിക്ക് ആക്ടിങ്ങേ അറിയൂ എന്ന് പറയുന്നവരെ എനിക്കറിയാം, ഇത് ഞാൻ സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ ആക്ടിങ് മാത്രമല്ലാതെ വേറെ എന്തൊക്കെ പാഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൊഫഷൻസ്, നിങ്ങൾ പ്രൊഫഷണലി പഠിച്ച എന്തെങ്കിലും കാണും, അതും കൂടെ അറ്റ് ദ സെയിം ടൈം കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നിങ്ങളൊരു ലൈഫ് ലോങ് ഒരു പ്രഷർ കുക്കറിലായിരിക്കും. ഈ പ്രഷർ കുക്കറിൽ നിന്ന് നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായി അഫക്റ്റഡ് ആകുന്ന ഒരവസ്ഥയിലെത്തും. അത് കാരണമാണ് പല ആർട്ടിസ്റ്റുകളും സൂയിസൈഡിൻ്റെ വക്കിൽ വന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കുക. ഒരു പ്രൊഫഷനും ചെറുതല്ല കേട്ടോ, എല്ലാ പ്രൊഫഷനും അതിൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ട്. ദാറ്റ്സ് ഹൗ വി ഫ്ലറിഷ്. നമ്മളത് എങ്ങനെ ഫ്ലറിഷ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പം ഇവിടെ വന്നപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ആക്ടിങ് നിർത്തിയൊന്നും. ഒരിക്കലും ഇല്ല. ആക്ടിങ് ഈസ് ഓൾവേസ് മൈ പാഷൻ. നല്ല നല്ല ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പം എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ അനൂപ് മേനോൻ്റെയൊക്കെ സെറ്റിൽ വർക്ക് ചെയ്തപ്പം ഐ റിയലി ലവ് ദാറ്റ് സെറ്റ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അത്രയും പറ്റുന്ന ഒരു സെറ്റാണ്. സോ അങ്ങനെ നല്ല നല്ല ആളുകളും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ 2 in 1 ഒരു ബാലൻസ് എപ്പോഴും കണ്ടുപിടിക്കുക. പക്ഷെ ഞാൻ ഇവിടെ വന്നത് എനിക്ക് ആയിട്ട് റേഡിയോ കേരളത്തിൽ നിന്ന് ഒരു കോൾ വരുന്നു. എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വിത്ത് എ ഗുഡ് പാക്കേജ്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഒരു സ്ഥിര വരുമാനം, ഈവൻ ദോ എൻ്റെ ബാക്കി പാഷൻ, പ്രൊഫഷൻ, എൻ്റെ ബിസിനസ് ഉണ്ട്, എനിക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു റെഗുലർ ഇൻകം, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം, അങ്ങനെയുള്ളപ്പം ഐ ചൂസ് ദിസ്. ആൻഡ് ഈ പറയുന്ന അറ്റ് ദ സെയിം ടൈം എനിക്ക് നല്ല മൂവീസ് വരികയാണെങ്കിലും നല്ല ഷോസ് വരികയാണെങ്കിലും ഐ വിൽ ട്രാവൽ ബാക്ക് ടു കേരള. ഐ ഡൂ ദാറ്റ് ആൻഡ് ഐ കം ബാക്ക്. നമ്മളെപ്പോഴും അത് കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇരിക്കരുത്. ഞാൻ പറയുന്ന നല്ല മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവണം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോഴാണെങ്കിലും ഓഡീഷൻസിന് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുക. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ എപ്പോഴും വീണാൽ 4 കാലിലേ വീഴുള്ളൂ എന്ന് നമുക്ക് തന്നെ ഉറപ്പുള്ള രീതിയിൽ ഒരു ഫേം ആയിട്ടുള്ള ഒരു ബേസ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കി ഇടണം. അതാരും മറന്നു പോകരുത് ദയവ് ചെയ്ത്. പിന്നെ ഈ കമൻറ്റ് ഇടുന്നവരോട് നിങ്ങൾക്കൊക്കെ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ.